ഇവിടെ കെട്ടിക്കാൻ പെണ്ണുണ്ടെന്ന് തന്നോടാരാ പറഞ്ഞേ? ഈശ്വരൻ. ചിരിക്കണ്ട, ഈശ്വരൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവർ. ഓഹോ, അപ്പൊ കമ്പനി നടത്തുന്ന ആളാണല്ലേ? നടത്തുന്ന ഞാനല്ല, ഞാൻ അക്കൗണ്ടന്റാ. ഇപ്പൊ മനസ്സിലായി. ഇവിടുത്തെ പെമ്പിള്ളേരെ തട്ടിയെടുക്കാൻ മറ്റവള് മണവാള വേഷം കെട്ടിച്ച് വിട്ടിരിക്കുകയാണല്ലേ? മറ്റവളോ? അയ്യോ പാവം. കേശവ, ഭാർഗവ, ഈ കുട്ടികളുടെ ബ്രദേഴ്സ് ആണല്ലേ? അല്ലടാ, ബോബോഴ്സാ. സത്യം പറയണോ, ഞങ്ങളുടെ കമ്പനി പൊളിക്കാൻ ഏതോള് തന്നെ പറഞ്ഞു വിട്ടിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരണം. സ്ഥലം മാറിപ്പോയി. ക്ഷമിക്ക് ചേച്ചി, അറിഞ്ഞോണ്ടല്ലേ. ഓടിക്കോ, അവന്മാര് പുറകെ ഉണ്ട്. നിന്റെ പുറകെ കയറിക്കോ. പിടിച്ചിരുന്നു, അല്ലെങ്കിൽ തെറിച്ചു കൂട്ടോ. അവന്മാർ വണ്ടി എടുത്തു പോയി. നീ വണ്ടി എടുക്ക്. വണ്ടി കള്ളന്മാരെ നീയൊക്കെ വണ്ടി എടുക്കോ. എന്താണ് ബൈക്ക് നിർത്തിക്കളഞ്ഞ? വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് മതിൽ കാണാം. അവിടെ കിടക്കും. ആ ബ്രോക്കർ പറഞ്ഞ വീട് നമ്പർ അത് തന്നെ ആയിരുന്നില്ലേ? നമ്പർ അത് തന്നെ, പക്ഷെ പെണ്ണ് കാണേണ്ട ആള് മാത്രം അകത്ത് ചെന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചതാ. എന്തായാലും തഞ്ഞമ്പേട്ടന്റെ ചാരിത്രം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. കണക്കിന് പോയാ ഞാൻ അതങ്ങ് പോട്ടെ എന്ന് വെക്കും. നല്ല മണി പോലത്തെ പിള്ളേർ. പ്രശ്നവേഷം ഈ ചാറൊന്ന് കഴിയാളാ. നീ ഒരുത്തൻ അതിനെല്ലാം കാരണം. ആരാ തലശ്ശേരി കുഞ്ഞമ്പൂ? രണ്ടുപേരും കുഞ്ഞമ്പൂമാരാണോ? അല്ല സാർ, ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പു ജയാണ്. ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പൂ എന്ന് വിളിക്കും. എന്താ ഈ മുഖത്തൊക്കെ? പ്രകൃതി ചികിത്സയാ, ചാരം തേച്ച് വിട്ടിരിക്കുക. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ. സാറേ, ഒരബദ്ധം പറ്റി പോയതാ. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ പെണ്ണാലോചന സാറേ, ഞാൻ വായി മനസ്സറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. വായും മനസ്സറിയാതാണോ പത്രത്തിൽ പരസ്യം പറഞ്ഞ പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടെന്ന്. പേടിക്കണ്ട, ഞാൻ പൊന്നൻ. ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. അപ്പൊ തഞ്ചുമേട്ടന് ആണ് കാണാൻ വന്നാണല്ലേ? എന്റെ പൊന്ന് സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കുന്നു വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. ഇപ്പൊ തന്നെ. ഇയാളാരാ? ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറാ. ഈശ്വരൻ. വിദ്യാഭ്യാസം ഇല്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം ഓൺ. ഈശ്വരനോട് കളിക്കണ്ടോ? എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പൊജ്ഞം. അതിനെന്താടാ? 45-ാം വയസ്സിൽ ആറ്റുനോറ്റ് വന്നൊരു കല്യാണക്കാരിയാ. ഇപ്പൊ കലക്ക് ഞാൻ. എന്താ പ്രശ്നം? ഒന്നുമില്ല, പെണ്ണ് കാണാൻ എന്നാ വരേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. കാരണവന്മാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം. ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും. ഉച്ചയ്ക്കും 10-40 വയസ്സായി. 40 ഓക്കെ അളിയാ. സൈക്കിളിൽ ആയാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റാത്തോണ്ടാണ് സാർ. നമുക്ക് ആലോചിക്കാം. അയ്യോ ദൈവമേ, ദേണ്ടാ പൊട്ടനച്ചൻ വരുന്നു. ഇയാളതിനെ ഇങ്ങോട്ട് വരുന്നത്. എന്താണ് ജൂദാസിനെ പോലെ കോലോ കിട്ടി നിൽക്കുന്നത്? ഒറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടുകയില്ല. ഇത്രയും വേഗം അച്ഛനെ അതറിഞ്ഞോ? ഓരോരുത്തന്മാര് കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവനാ ഇരിക്കെ പ്രതിയില്ലാത്തത്. ക്ഷമിക്കണോ, ഒരബദ്ധം പറ്റിപ്പോയത്. അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എവിടെ സണ്ണിച്ചൻ? ഗാനമേളയ്ക്ക് പോയി. ഗാനമേളയ്ക്കോ? ഗാനമേളയ്ക്ക് എവിടെ? ഇവിടെ ജിലേബി കച്ചവടം നടത്തുന്ന പറവാന ചേട്ടന്റെ വീട്ടില് കല്യാണത്തില്. കല്യാണപ്പാട്ടിന് പോകാൻ കണ്ടത് സമയം. അച്ഛൻ ദേവേദി ഇക്കാര്യം സണ്ണിച്ചനോട് പറയരുത്. പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ദേവേദ് സണ്ണിച്ചനോട് ഇക്കാര്യം പറയരുത്. പറയാതിരുന്നിട്ട് എന്താ കാര്യം? അവന്മാരിപ്പൊ ഇങ്ങോട്ട് എത്തി. കൈ കിട്ടിയ ഒറ്റ എണ്ണത്തിന്റെ പൊടി കാണത്തില്ല.